എല്ലാവർക്കും എൻ്റെ നമസ്കാരം. നമ്മുടെ നാട്ടിലുള്ള കുറച്ച് പിള്ളേർ എനിക്ക് കുറച്ച് വീഡിയോസ് കാര്യങ്ങൾ അയച്ചു തന്നായിരുന്നു. ഈ റഷ്യയിൽ സ്റ്റുഡൻറ്റ് വിസയിൽ വന്നു കഴിഞ്ഞാൽ ജോലി ചെയ്യാൻ പറ്റുമെന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് പിള്ളേർ വീഡിയോസ് കാര്യങ്ങൾ ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ അവരുടെ വീഡിയോസ് കാര്യങ്ങൾ കണ്ടായിരുന്നു. അവർ ഈ ചെയ്യുന്ന വിസ സ്കാമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അതാണ് അവന്മാരിവിടെ ചെയ്യുന്നത്. നിങ്ങളൊരു കാര്യം ചോദിക്കുക, ഇവന്മാർ ഏത് വിസയിലാണ് വന്ന് നിൽക്കുന്നതെന്ന് ചോദിക്കുക. അവന്മാരും സ്റ്റുഡൻറ്റ് വിസയിലായിരിക്കും. എന്തുകൊണ്ട് ഇവന്മാർ എന്നിട്ട് ഈ പറഞ്ഞ രീതിയിൽ ജോലിക്ക് പോകുന്നില്ല? പോയി കഴിഞ്ഞാൽ മോനെ നല്ല രീതിയിൽ പണിയെടുക്കണം. ഈ പറഞ്ഞ പൈസയും കാര്യങ്ങളും ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അതായത് ഇവന്മാരെ ഫ്രണ്ട് നിർത്തിക്കൊണ്ട് ഇവന്മാരെ പുറകിൽ നിന്ന് കളിക്കുന്ന വേറെ ആൾക്കാരാണ്. ഇവന്മാർക്ക് ഒരു ഭാഷ അറിയത്തില്ല, ഒരു കാര്യങ്ങളും അറിയത്തില്ല. ഇവിടെ വേറെ ഇന്ത്യക്കാരുണ്ട്, വർഷങ്ങളായിട്ട് റഷ്യയിൽ നിൽക്കുന്ന ആൾക്കാർ. ഇവന്മാരാണ് ഈ കാര്യങ്ങൾ ഇവന്മാർക്ക് പറഞ്ഞു കൊടുക്കുകയും ഇവന്മാരെ കൊണ്ട് ഈ വീഡിയോ കാര്യങ്ങൾ ഇടുകയും എടുക്കുകയൊക്കെ ചെയ്യുന്നത്. നിങ്ങൾ മോനെ ഈ വീഡിയോ കാര്യം നിങ്ങൾ പ്രോപ്പറായിട്ടുള്ള വർക്കിംഗ് വിസ നോക്കിയിട്ട് നിങ്ങൾ ആൾക്കാർക്ക് കൊടുത്തിട്ട് കാശ് മേടിച്ചു. അതുകൊണ്ട് ഒരു കുഴപ്പമോ കാര്യങ്ങളൊന്നുമില്ല. നിങ്ങൾ എന്തിനാണ് നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാരായിട്ടുള്ള ആൾക്കാരെ ഇങ്ങനെ ഈ പറ്റിക്കുന്നത്? ഈ പറ്റീര് വന്ന് വിടുന്ന നമ്മുടെ നാട്ടിൽ തീരെ ബോധമില്ലാത്ത മണ്ടന്മാരായിട്ടുള്ള ആൾക്കാരുള്ളൂ. അത്യാവശ്യം വെളിവും വെള്ളിയാഴ്ച ഉള്ളവരാണെങ്കിൽ അവർക്ക് ഈ കാര്യങ്ങൾ മനസ്സിലാവും. പിന്നെ നിങ്ങൾ ജോലി ചെയ്യാനായിട്ടാണ് വരുന്നതെങ്കിൽ നിങ്ങൾ വർക്കിംഗ് വിസയിൽ വരിക. പഠിക്കാനാണെങ്കിൽ നിങ്ങൾ സ്റ്റുഡൻറ്റ് വിസയിൽ വരിക. അല്ലാതെ നിങ്ങൾ ഈ പറഞ്ഞ ഡ്യൂട്ടി സ്റ്റുഡൻറ്റ് വിസയിൽ ഇവിടെ വന്നിട്ട് പിന്നെ നിങ്ങൾക്ക് എന്താ പറയുക ഫുൾ ടൈം പോയി ഇത് ചെയ്ത് അതൊരു മണ്ടത്തരമല്ലേ? നിങ്ങൾ തന്നെ മനസ്സിലാക്കുക. അത് ഏറ്റവും വലിയ മണ്ടത്തരം. ഇത്രയും പൈസയും മുടക്കി ഇവിടെ വന്നു, ഏറ്റവും അവസാനം 2-3 കൊല്ലം കഴിയുമ്പോൾ നിങ്ങൾ തിരിച്ചു പോകണം. മറിച്ച് നിങ്ങൾ നല്ലൊരു പൈസ എന്താ പറയുക, എനിക്കറിയത്തില്ല എത്ര രൂപ എന്നുള്ള ഇവർ പറഞ്ഞ വർക്കിംഗ് വിസയുടെ കാര്യം. ഏകദേശം ഈ റേറ്റ് ഒക്കെ തന്നെ 3-4 ലക്ഷം രൂപ എങ്ങാണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നത്. അത്രയും പൈസ മുടക്കി നിങ്ങൾ ഈ വർക്കിംഗ് വിസയിൽ ഇപ്പോൾ വർക്കിംഗ് വിസ കിട്ടാനായിട്ട് ഇവന്മാർക്ക് അതിനുള്ള കണക്ഷനോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇവർ തട്ടിപ്പ് ചെയ്ത് പെട്ടെന്ന് ആൾക്കാരെ പറ്റിച്ച് കാശുണ്ടാക്കുക. അതാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്ന ഒരു പരിപാടി. ഞാൻ ഇതിനെക്കുറിച്ച് തന്നെ ഒരു വലിയൊരു വീഡിയോ കാര്യങ്ങൾ ഈ റഷ്യയിലുള്ള എല്ലാ വിസകളെ കുറിച്ചുള്ള വീഡിയോ കാര്യങ്ങൾ ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ ചെയ്തിട്ടുണ്ട്. ഞാൻ എൻ്റെ ചാനലിൻ്റെ പേര് ഈ വീഡിയോയ്ക്കകത്ത് കൊടുക്കാം. നിങ്ങൾക്ക് കാണാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനലിൽ പോയിട്ട് ആ വീഡിയോസ് കാര്യങ്ങൾ കണ്ടാൽ മതി. അത് റഷ്യനിൽ കിടക്കുന്ന ഓരോ വിസയും ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്ത് ഇംഗ്ലീഷിലും ആക്കി കൊടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, ഇങ്ങനത്തെ ഈ തട്ടിപ്പ് ചെയ്യുന്ന ആൾക്കാരുടെ ഇതിൽ വന്ന് പെടാതിരിക്കുക. ഈ സ്റ്റുഡൻറ്റ് വിസയിൽ നിങ്ങൾ ജോലിക്ക് വരുവാണെങ്കിൽ നിങ്ങൾ സ്റ്റുഡൻറ്റ് വിസയിൽ കയറി വരരുത്. പഠിക്കാനാണെങ്കിൽ മാത്രമേ നിങ്ങൾ ഇതിൽ കയറി വരാവുള്ളൂ. എന്നിട്ട് നിങ്ങൾ പഠിക്കാൻ വന്നിട്ട് പാർട്ട് ടൈം ആയിട്ട് നിങ്ങൾ ഈ പറഞ്ഞ രീതിയിൽ ജോലിക്ക് പോവുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഓക്കെ, കുഴപ്പമില്ല. സ്റ്റുഡൻറ്റ് വിസ വരുന്നവർക്ക് ജോലിക്ക് പോകാൻ വേണ്ടി പറ്റും. പക്ഷേ ആ വിസ ഇവർ മിസ്യൂസ് ചെയ്യുന്ന പരിപാടിയാണ് ഇപ്പോൾ ഈ റഷ്യ നടന്നുകൊണ്ടിരിക്കുന്നത്. മനസ്സിലായോ? ലാംഗ്വേജ് കോഴ്സ് വിസയിൽ ഭയങ്കരമായിട്ട് ആൾക്കാരെ ഇവിടെ കൊണ്ടുവന്നിട്ട് ഈ പരിപാടി കാര്യങ്ങൾ ചെയ്തിട്ട് ഇപ്പോൾ എല്ലാവരെയും പിടിച്ചു വിടുന്ന ഡിപ്പോർട്ട് ചെയ്ത് കയറ്റി വിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അപ്പോഴത്തേനും ഇമാർ MBA മറ്റേന്ന് മറിച്ചൊന്ന്, അതും പ്രൈവറ്റ് കോളേജാണ്. ഏറ്റവും വലിയ ചാർജ് കൊടുത്തിട്ടാണ് ആ കോളേജിൽ പഠിക്കാൻ വരേണ്ടത്. ഒരു കാര്യം മനസ്സിലാക്കി, ഏറ്റവും വലിയ തട്ടിപ്പ് ഇവൻ്റെയൊക്കെ പുറകിൽ പ്രവർത്തിക്കുന്നത് ഇവിടെ വർഷങ്ങളായിട്ട് നിൽക്കുന്ന മലയാളികളായിട്ടുള്ള ആൾക്കാരാണ്. ഇന്ത്യക്കാരും മലയാളികളായിട്ടുള്ള ആൾക്കാരാണ്. ഞാൻ ഇവന്മാരോട് ചോദിക്കുവാണ്, ഈ പിള്ളേരെ വെച്ചിട്ട് ഇങ്ങനത്തെ നാറിയ പരിപാടി കാണിക്കാൻ നിനക്കൊക്കെ നാണമുണ്ടോ? നേരവേ അധ്വാനിച്ച് പണിയെടുത്ത് ജീവിക്കുക. എന്തിനാണ് നമ്മുടെ നാട്ടിൽ നിന്ന് ചെറുപ്പക്കാർ പിള്ളേരെ പറ്റിക്കുന്നത്? ഈ കൊച്ചു പിള്ളേരെ വെച്ച് വീഡിയോ കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ഇതിലും നല്ല നിനക്ക് വല്ലോ കക്കാൻ പോയിക്കൂടാ? ഈ നാണം കെട്ട പരിപാടി നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാരോട് കാണിക്കാതെ. അപ്പം ഇത്രയേ ഉള്ളൂ ഈ വീഡിയോയുടെ ലെങ്ത്